നമസ്കാരം. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രധാന വിഷയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് വാറാണ്. എന്നാൽ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഈ ഒരു കാര്യം മനുഷ്യാവകാശവുമായി ബന്ധിപ്പിച്ചാൽ അമേരിക്കയുടെ ഇരട്ടച്ചുങ്കം നമ്മുടെ സാമ്പത്തിക സാമൂഹിക അവകാശങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. അപ്പോൾ നിലവിൽ വളരെ ഉദ്വേഗത്തോടെയാണ് ഇന്ത്യൻ ജനത അമേരിക്കയുടെ അധിക താരിഫ് നിരക്കിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സാമ്പത്തിക വാണിജ്യ വിഷയമാണെങ്കിലും ഇത് നടപ്പിലാക്കിയാൽ ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനെയും വിവിധ തലങ്ങളിലായി ബാധിക്കാനിടയുണ്ട്. അത് തികച്ചും മനുഷ്യാവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റമാണ്. ഉദാഹരണം, അമേരിക്കയിലേക്ക് കേരളത്തിലെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ഏലം, കുരുമുളക്, റബ്ബർ, കോഫി, ചായ, കൈത്തറി, കയർ ഉൽപ്പന്നങ്ങൾ, മസാലകൾ, കടൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കേരളം വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണി കൂടിയാണ്. അവ അമേരിക്കൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അമേരിക്ക ഇന്ത്യക്ക് ചുമത്തി 25% അധികം ചുങ്കം കാരണം അവിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. വില കൂടുമ്പോൾ ആൾക്കാർ ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങിക്കാതാവും, ഡിമാൻഡ് കുറയും. അതുവഴി കേരളത്തിൽ നിന്ന് കയറ്റുമതി കുറയും. ഒരുപക്ഷേ താരിഫ് ഇതേപോലെ തുടരുകയാണെങ്കിൽ തീർത്തും കയറ്റുമതിയും ഇല്ലാതാകും. അപ്പോൾ ഇവിടുത്തെ കൃഷിക്കാർ, മത്സ്യത്തൊഴിലാളികൾ, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെല്ലാം ഇത് ബാധിക്കും. ഇതുമൂലം തൊഴിൽ സുരക്ഷയ്ക്ക് ഭീഷണിയും കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് ചിലപ്പോൾ തൊഴിലുമൊക്കെ നഷ്ടപ്പെട്ടേക്കാം. കൂടാതെ വിലവർധനയും പുതിയ തൊഴിൽ അവസരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റിന് വളരെ റിസ്ക് എടുത്തെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്ക് പുതിയ വിപണി കണ്ടെത്തി പരിഹാരം കണ്ടെത്താനാകും. പുതിയ കാലത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരം കിടമത്സരങ്ങൾ പരസ്പര യുദ്ധങ്ങൾക്ക് പോലും വഴിവെച്ചേക്കാം. വില കൂടുതൽ കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയാൽ ഭക്ഷ്യ ദൗർലഭ്യത്തിനും കാരണമാകും. അപ്പോൾ വ്യാപാര ബന്ധം മോശമായാൽ അമേരിക്കയിലെ NRI മലയാളികളുടെ അവസ്ഥ കൂടി കഷ്ടത്തിലാകും. അവരുടെ IT മേഖലയെയും മറ്റു ജോബ് ഗ്രോത്ത്, ജോബ് സെക്യൂരിറ്റി ഇവയൊക്കെ കുറഞ്ഞേക്കാം. അപ്പോൾ ഈ കൈവിട്ട കളിയിൽ അമേരിക്ക വിജയിക്കുകയാണെങ്കിൽ ഇനി മറ്റു രാജ്യങ്ങളും ഇതേപോലെ പരീക്ഷിച്ചേക്കാം. അപ്പോൾ ഇതിനെതിരെ ഇന്ത്യ ഒരു തിരിച്ചടി ചുങ്കം ഏർപ്പെടുത്തിയാലും അത് എത്ര കണ്ട് നമുക്ക് ഗുണം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറക്കുമതിയേക്കാൾ കൂടുതൽ നമ്മുടെ കയറ്റുമതിയാണ്. അമേരിക്കയിൽ നിന്നും വരുന്നത് മരുന്നുകളും മറ്റ് മെഷീനറി ഐറ്റംസും എന്നാലും ഉണ്ട്, ഇല്ലാതില്ല. ഈ ഒരു ട്രേഡ് വാർ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ വലിയ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം സാമ്പത്തിക അവകാശങ്ങളും സാമൂഹിക അവകാശങ്ങളും മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഐക്യരാഷ്ട്രസഭയുടെ ICESCR ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശ ഉടമ്പടി, അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. അത് പ്രകാരം ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുടെ അവകാശങ്ങൾ മനുഷ്യാവകാശങ്ങളാണ്. ഏതൊരാൾക്കും അവൻ്റെ ജീവനോപാധിക്ക് അവകാശമുള്ളതിനാൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കയർ, റബ്ബർ തൊഴിലാളികൾ എന്നിവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ തടസ്സം നേരിട്ടാൽ അവരുടെ തൊഴിൽ നഷ്ടപ്പെടും, വരുമാനം കുറയും. അപ്പോൾ ആഹാരം, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിലെ ചികിത്സ, ജീവിത നിലവാരം തുടങ്ങിയവയ്ക്ക് തടസ്സം നേരിടും. നേരത്തെ ഓർഡർ ലഭിച്ച പ്രകാരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പല ഇന്ത്യൻ കമ്പനികളും കോടിക്കണക്കിന് രൂപയുടെ കയറ്റുമതി പ്രതിസന്ധിയിലാവും. ഇവരുടെ ട്രേഡ് റൂൾ പ്രകാരം അമേരിക്കയ്ക്ക് വേണ്ടി നിർമ്മിച്ച വസ്ത്രങ്ങളും മറ്റ് നിബന്ധനകളുടെ ഭാഗമായി മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാനാവില്ല. അപ്പോൾ ഇങ്ങനെ ഭീമമായ നഷ്ടത്തിൻ്റെ പങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കുകയാണെങ്കിൽ അതും ജനങ്ങളുടെ തന്നെ ബാധ്യതയായി മാറും. ഉദാഹരണം, മത്സ്യം സാധാരണക്കാരുടെ പ്രധാന ഭക്ഷണമാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കുറഞ്ഞാൽ മത്സ്യഭക്ഷണത്തിൻ്റെ വില വർദ്ധിച്ച് സാധാരണക്കാരുടെ ഭക്ഷ്യസുരക്ഷയെയും അവരുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കും. അതാണ് സാമ്പത്തികമായും സാമൂഹികമായും എന്ന് പറഞ്ഞതിന് കാരണം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വ്യാപാര തർക്കങ്ങൾ മൂലം സാധാരണ ജനങ്ങൾക്ക് തന്നെ ബാധ്യത വരുമ്പോൾ അത് സാമൂഹിക നീതിക്ക് വിരുദ്ധമാണ്. അപ്പോൾ ഇതെല്ലാം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്നതിനാൽ മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ വലിയ രാജ്യങ്ങളുടെ ആധിപത്യ സ്വഭാവമാണ് ഇത്തരം കിടമത്സരത്തിന് പ്രധാന കാരണം. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഉണ്ടാക്കിയ അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുക്കുന്ന വ്യാപാര സൗകര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ നൽകണമെന്നാണ് നിയമം. ഏകപക്ഷീയമായി ഇന്ത്യയെ ലക്ഷ്യമാക്കി മാത്രം കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയത് നിയമലംഘനം തന്നെയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ പ്രകാരം അന്യായമായ ചുങ്കത്തിനെതിരെ WTOയിൽ
വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് കേസ് കൊടുത്ത് നടപടി സ്വീകരിക്കാമെങ്കിലും അതിനെല്ലാം താമസം നേരിടുമെന്നതിനാൽ പെട്ടെന്ന് പ്രായോഗികമല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റ് മാർഗ്ഗങ്ങൾ തേടുകയാണ് ഏറ്റവും നല്ലത്. അതിന് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള പുതിയ സാധ്യതകൾ ഉണ്ടാക്കിയും ഒരു മത്സരാധിഷ്ഠിത വിപണിക്ക് പുതിയ കാലത്തേക്കായി കർഷകരെയൊക്കെ പ്രാപ്തമാക്കിയും ചെലവ് ചുരുക്കൽ മുതലായ മനുഷ്യാവകാശ സംരക്ഷണ നടപടിയിലൂടെയും ഇതിനെയൊക്കെ നേരിടാൻ ഇച്ഛാശക്തിയുള്ള ഭരണകൂടമാണ് നമുക്കെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ വിട്ടുപോയ ശ്രീ MP വീരേന്ദ്രകുമാർ എഴുതിയ ഗാട്ടും കാണാച്ചരടുകളും എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, WTO കരാറുകൾ സ്വതന്ത്ര വ്യാപാര കരാറുകളുമായി തോന്നിച്ചാലും അതിനുള്ളിൽ വലിയ രാജ്യങ്ങൾക്ക് വേണ്ടി ഒളിച്ചിരിക്കുന്ന അനവധി അവ്യക്തമായ വ്യവസ്ഥകളും ക്ലോസുകളും ഉണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു നഗ്ന സത്യത്തിൻ്റെ പുകച്ചുരുളുകൾ അതിൽ കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. പുതുതായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.